അരുൺകുമാർ, ആ മണ്ണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണിരിക്കുന്നു. അതാ അരുൺകുമാർ, റോഡിലോട്ട് മുഴുവൻ മണ്ണ് വീണിരിക്കുന്നു. ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. സെക്കൻഡുകൾക്ക് മുൻപാണ് ആ കുന്നിൻ ചെരുവിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് താഴോട്ട് അടർന്നു വീണിരിക്കുന്നത്. അപകട ഭീഷണി ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഉണ്ണി ഇങ്ങോട്ട് വാ. പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റുകയാണ്. തലനാരിഴക്കാണ് ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾ. വലിയ അപകടത്തിൽ നിന്നും വഴിമാറിയിരിക്കുന്നത്. ഇത്രയധികം ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഇപ്പോഴും തയ്യാറായില്ല. ഉണ്ണി അങ്ങോട്ട് വാ. അവിടെ നിൽക്കണ്ട. അരുൺകുമാർ, അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണ്ണ്, അത് മുകൾ ഭാഗത്തു പുഴയ്ക്ക് വീണത് ഇല്ല പുഴയിലോട്ട് ആരും വീണില്ല. അരുൺകുമാർ, ആ മണ്ണ് വന്ന് അടിഞ്ഞു വീണിരിക്കുന്നത് പുഴയിലോട്ടാണ്. ജനങ്ങൾ ആ ഒരു മേഖലയിൽ സുരക്ഷിത എന്തായിരുന്നു? സുരക്ഷിതാണ്. അതിന്റെ പുറകിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നുമില്ലല്ലോ. ശരി. ഈ പുഴന്റെ അപ്പുറത്തൊക്കെ നമ്മൾ വീട്ടുകാരൊക്കെ താമസിക്കുന്നുണ്ടോ? ഉണ്ട്. ആ കാര്യം ഈ കാര്യമൊക്കെ ഉണ്ട്, ഫുള്ളുണ്ട്. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മണ്ണിടിച്ചിലുണ്ടായ ആ മണ്ണ് പൂർണ്ണമായിട്ട് വന്നടിഞ്ഞിരിക്കുന്നത് കടലുണ്ടി പുഴയിൽ. അരുൺകുമാർ, എത്രത്തോളം ഭീതിപ്പെടുന്ന കാഴ്ചയാണ്. തലനാരിഴക്കാണ് ഈ മേഖലയിലെ ജനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂർ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ മേഖലയിൽ നിന്നും ആളുകൾ പൂർണ്ണമായിട്ടും മാറണം എന്നുള്ളതാണ് ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. വലിയ അപകട സാധ്യത ഇനിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ സുരക്ഷിതത്വം മാത്രമല്ല അരുൺകുമാർ, ഈ മേഖല തന്നെ ഒന്നാകെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്ന കാഴ്ച. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ള നമ്മൾ അറിയേണ്ടതുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരുൾപ്പെടെ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായെന്ന് ഓർക്കണം. നമ്മുടെ ക്യാമറമാൻ ഉണ്ണി തുവൂർ അടങ്ങുന്ന പ്രക്ഷോഭം അടങ്ങുന്ന സംഘം അവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്താണ് മുകൾ ഭാഗത്തും മണ്ണ് താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അധികൃതർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. ഇല്ല അത്തരത്തിലാരും മണ്ണിൽ പെട്ടുപോയിട്ടില്ല. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ആ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിയിരുന്നു. ചെറിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ മാറ്റിയിരുന്നു. അല്ലാത്ത പക്ഷം വീണ്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അരുൺകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ട, നേരത്തെ ഇത്രയധികം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ട് റവന്യൂ അധികൃതർ, ജിയോളജി അധികൃതർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധികൃതർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയില്ല? കേവലം ഒരു വാർഡ് കൗൺസിലർ മാത്രം. ഇത് ഒരു സ്വകാര്യ ഭൂമിയായിരുന്നു. സ്വകാര്യ ഭൂമിയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയതാണെന്നുള്ളതാണ് പറയുന്നത്. ആ തരത്തിലാണ് നോക്കി. ആ മണ്ണിടിഞ്ഞ സമയത്ത് ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും മാറിയില്ല. ആ ഭാഗത്തൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ. നമ്മളൊക്കെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ആ സൈഡിലൊന്നും നിൽക്കുന്നില്ല. അരുൺകുമാർ, അത് ഇല്ലല്ലോ. നല്ല സുരക്ഷിതരാണ്. എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ അപ്പുറത്തൊക്കെ ആളുകളെ സുരക്ഷിതമായി മാറ്റേണ്ടി ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ട് മാറ്റാൻ വേറെ കോണമ്പാറ വഴി പോകേണ്ടി വരും. കോണമ്പാറ വഴി പോകേണ്ടി വരും മലപ്പുറത്തേക്ക്. ഈ ആചാരപ്പടിക്കൊക്കെ പള്ളിക്ക് വേറെ വഴിയില്ല. അപ്പൊ വേങ്ങരക്ക് ഇനി മലപ്പുറത്തേക്ക് ഏത് ഭാഗത്ത് കൂടി പോകേണ്ടി വരും? ഒതുക്കുങ്ങൽ വഴി പോകേണ്ടി വരും. പോകേണ്ടി വരും. ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മുകൾ നിലയിലുണ്ട് എന്ന് പറയപ്പെടുന്ന സ്കൂളല്ലേ കാണുന്നത്? മൃഗ സ്ട്രൈറ്റ് പാത്ത് സ്കൂളാണ് കാണുന്നത്. സ്ട്രൈറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ. അരുൺകുമാർ, നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ് അതിന് മുകൾ നിലയിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ. ഹോസ്റ്റല് തൊട്ടടുത്ത് സ്കൂള്, സ്ട്രൈറ്റ് പാത്ത് സ്കൂൾ. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ താഴെ അല്ലേ മണ്ണിടിച്ചിലുണ്ടായത്? അരുൺകുമാർ, ആശങ്ക എത്രത്തോളം വർദ്ധിക്കുന്നു? 150 മീറ്റർ മാത്രം താഴെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളാണ് ഉണ്ണി തുവൂർ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ ഒരു ഹോസ്റ്റലാണ് അതല്ലേ? തൊട്ടപ്പുറത്താണ് സ്കൂള്. തൊട്ടപ്പുറത്ത് സ്കൂളുണ്ട്. അവിടെ ഹോസ്റ്റൽ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളുണ്ട്. സ്കൂളിലാണ്. സ്കൂളിലെ കുട്ടികളുണ്ടാവുക. അവധി ആയതുകൊണ്ട് കുട്ടികളില്ല. ഹോസ്റ്റലിൽ കുട്ടികളുണ്ടെങ്കിൽ മാറ്റണം. അത് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. താഴത്തുണ്ട്. അതായത് ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അവധി ആയതുകൊണ്ട് കുട്ടികളാരും ഇല്ലല്ലോ. അവധി ആയതുകൊണ്ടില്ല. അവരെ താമസിക്കുന്ന ഹോസ്റ്റല് അപ്പുറത്തുണ്ട്.
കുറച്ച് താഴത്ത് ഊരാൻ വേണ്ടി ഇല്ലാന്ന് ഉറപ്പാണല്ലോ അല്ലേ? നമ്മളെ നാട്ടുകാർ ആരെങ്കിലും അങ്ങോട്ട് അയച്ചു നോക്കുന്നല്ലോ. ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മിനിസ്റ്ററിനെ വിളിച്ചിട്ട് സ്റ്റേറ്റ് പാത്തിലൊക്കെ പോയി നോക്കി അവിടെ ആളുകളോട് വിവരം പറയാനും ഉണ്ടെന്ന് വെച്ചാൽ മാറ്റി മാറാനും താമസിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ അങ്ങനെ അല്ല, അവിടെ സ്ഥിരം താമസമുള്ളവരില്ല, ഒക്കെ പോകണമല്ലാണ്. ഹോസ്റ്റലുകളും ഇതൊക്കെ വൃത്തം. നമ്മളെ ഈ തൊട്ടപ്പുറത്തൊക്കെ ആളുകൾ അടുത്തെവിടെ താമസിക്കുന്നുണ്ടോ? തൊട്ടടുത്ത ഭാഗത്തൊന്നും ആളുകളില്ല. വീടുകളിൽ കുറച്ച് അങ്ങേ പുറത്തേ ഉള്ളൂ. ഈ ഭാഗം നമ്മൾ ക്ലിയർ ആണ്. പക്ഷെ ആ കോളേജും സ്കൂളും അല്ലാത്ത നോളജും അല്ലാത്ത വേറെ ഒന്നുമില്ല അവിടെ. അത് മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് വലിയ ചെങ്കലും കുറേ ടാങ്കാണ്. ആ പ്രവർത്തിക്കുന്നുണ്ടോ തൊട്ടടുത്ത്? കോറിയില്ല. ആ കോറി വെട്ടിയ സ്ഥലത്ത് കൂടെയാണ് വെള്ളപ്പം വരുന്നത്. ആ കോറി നിറഞ്ഞു നിന്നിട്ട് ഞാൻ വെള്ളം ഒഴിവാക്കിയാൽ ചോദിക്കണത്, ഇതിപ്പോ നമ്മളെ എടൈപ്പാലം ഭാഗത്ത് JCB മണ്ണെടുത്ത സ്ഥലത്ത് മാത്രമല്ല ഇപ്പൊ മണ്ണെടുത്തിട്ടുള്ളത് അല്ലെ? ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഭീഷണി ഉണ്ട് നമ്മൾ കാണും. ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഭീഷണിയാണ്. അത് ഒന്നായിട്ടോട്ട് പോരാൻ ചാൻസ് ഉണ്ട്. ഇത് ആദ്യം ഒരു പ്രാവശ്യം ഇത് ഇടിഞ്ഞു പോകുന്നതാണ് ഈ സ്ഥലം. അപ്പൊ അതുപോലെ അതിനനുസരിച്ച് അപ്പൊ ആ ഇടിയുന്നുണ്ടല്ലേ, അതൊക്കെ ചിലപ്പോൾ ഇതിന്റെ കൂടി ഒന്നായിട്ട് പോകുന്നൂടെ ആയില്ല. അതാ ആ മണ്ണിടിച്ചിലാണ്. എന്റെ പേര് ഹുസൈൻ. ആ മണ്ണിടിഞ്ഞ ഇപ്പൊ പുതിയ മണ്ണിടിഞ്ഞാണത്. ഇതിപ്പോ ഒരു വെളുത്ത് കാണുന്നു. അതിപ്പോ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം ആ സ്ഥലം. അത് ഒന്നായിട്ട് ഇത് ആദ്യം നിരങ്ങിയിട്ട് ഇനി ഇത് ആ കാരണത്താൽ ഇത് നിരങ്ങിക്കൂടായൊന്നുമില്ല. അല്ല, ഇതിപ്പോ എപ്പോഴാ അവിടെ മണ്ണിടിച്ചിൽ ഇങ്ങനെ കാണുന്നപ്പോഴാ? ഇതിപ്പോ അടുത്ത് പുതിയത് കണ്ടതാ. ഇന്ന് കണ്ടതാണോ? ഇപ്പൊ ഇന്ന് കണ്ടാണ് ആ സാധനം. അവിടെ കാടായിരുന്നു, അവിടെ മണ്ണ് തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? ചുവപ്പ് നിറത്തിൽ മണ്ണ് കാണുന്നുണ്ടായിരുന്നു. കുമാർ, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടിവരയിടേണ്ട വാക്കുകളാണ്. എവിടെയാണ് നഗരസഭാ അധികൃതർ, എവിടെയാണ് ജിയോളജി അധികൃതർ? ചോദ്യം അരമണിക്കൂറായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങളെ സുരക്ഷിതമാക്കി മാറ്റേണ്ടേ?